വെൽക്കം ടു മൈ ചാനൽ. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അടുത്ത മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇപ്പൊ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. എങ്ങനെയാ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണുക? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ബൈ 100. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇത് കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണാം? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് ഗുഡ്വിൽ ഈക്വൽസ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ്. ഇതാണ് നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഇനി നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹാദി ബ്രദേഴ്സ് ഏൺ ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ₹30,000. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് നേരിട്ട് തന്നേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹2 lakh. ക്യാപിറ്റലും തന്നിട്ടുണ്ട്. ദി നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ ബിസിനസ് ഈസ് 10% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പൊ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാലോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ നോർമൽ പ്രോഫിറ്റ് കിട്ടും. അതായത് 20,000. ദെൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. പിന്നെ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇപ്പൊ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്താണ് ഇത്? ഗുഡ്വിൽ. ഇപ്പൊ ഈ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആവറേജ് പ്രോഫിറ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു ആവറേജ് പ്രോഫിറ്റ് ഈക്വൽസ് 30,000. ദെൻ നോർമൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ബൈ 100. Capital employed into normal rate by 100. നമുക്കിവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 lakh ഉണ്ട്. ഇപ്പൊ 2 lakh ഇൻറ്റു നോർമൽ റേറ്റ് 10%. 2 lakh ഇൻറ്റു 10/100 ഈക്വൽസ് 20,000 കിട്ടി. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് 30,000, നോർമൽ പ്രോഫിറ്റ് 20,000. ദെൻ സൂപ്പർ പ്രോഫിറ്റ്. Super profit equals average profit minus normal profit. Average profit minus normal profit. That is 30,000 minus 20,000. Super profit എന്ന് പറയുന്നത് 10,000 എന്ന് കിട്ടി. Then capitalization method അനുസരിച്ച് ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽസ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ്. ഇവിടെ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 10,000 ആണ്. 10,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് 10%. നമുക്കിവിടെ ആൻസർ കിട്ടുക 1 lakh. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ബുക്സ് ഓഫ് എ ഫേം ഷോഡ് ദാറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓൺ 31st March 2023 was ₹10 lakh.
പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം ഫോർ ദി ലാസ്റ്റ് 5 years നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2019, 20, 21, 22 ആൻഡ് 23 ഇത്ര വർഷങ്ങളിലെ പ്രോഫിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 80,000, 1 lakh, 1,10,000, 1,40,000 ആൻഡ് 1,70,000. Calculate the value of goodwill under capitalization method. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്, 80,000 പ്ലസ് 1 lakh plus 1,10,000 plus 1,40,000 plus 1,70,000. ഇപ്പൊ നമുക്കിവിടെ എത്ര വർഷമാണുള്ളത്, 5 years അല്ലേ. ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നത്. നമുക്കിവിടെ ടോട്ടൽ കിട്ടുന്നത് 6 lakh ആണ്. 6 lakh divided by 5, that is 1,20,000 കിട്ടി ആവറേജ് പ്രോഫിറ്റ്. ഇനി നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ബൈ 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് 10 lakh ആണ്. 10 lakh ഇൻറ്റു നോർമൽ റേറ്റ് 10%. ഇപ്പോൾ 10/100 നമുക്കപ്പോൾ 1 lakh എന്ന് കിട്ടി. നോർമൽ പ്രോഫിറ്റ് 1 lakh. അപ്പോൾ നമുക്കിവിടെ ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 1,20,000 മൈനസ് 1 lakh. That is 20,000 സൂപ്പർ പ്രോഫിറ്റ്. ഇനി നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ഗുഡ് വിൽ ഈക്വൽസ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു, അതായത് 20,000 ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ്, ദാറ്റ് ഈസ് 2 lakh എന്ന് നമുക്ക് ഗുഡ് വില്ലിൽ കിട്ടും. ഇതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ക്യാപിറ്റലൈസ് ചെയ്ത് സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.